മുനമ്പത്തെ ഭൂമിയിലെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നിയമപോരാട്ടങ്ങളിലും തിരിച്ചടിയാകുന്നു. കരമടയ്ക്കാമെന്ന ഇളവ് നൽകുമ്പോഴും ഭൂമിയെ വക്കഫാക്കിയുള്ള സർക്കാർ ഫയലുകളാണ് മുനമ്പത്തെ ഭൂ ഉടമകൾക്ക് തിരിച്ചടിയാകുന്നത്. സർക്കാർ ഉത്തരവിലെ അപാകത തന്നെയായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നു. ജിജീഷ്, ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ കരമടയ്ക്കാനുള്ള ഒരു അവകാശം അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കരമടയ്ക്കുമ്പോൾ സ്വന്തം ഭൂമിക്ക് ആണല്ലോ കരമടയ്ക്കുന്നത്. പക്ഷേ അത് അവരുടെ ഭൂമിയുമല്ല, അത് വഖഫിന് അവകാശമുള്ള ഭൂമിയാണ്. പക്ഷെ കരമടയ്ക്കാം. അത്തരത്തിലുള്ള ഒരു വളരെ വ്യത്യസ്തമായ, വളരെ വേറിട്ട, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചില നടപടിക്രമങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് പക്ഷേ നിയമ പോരാട്ടങ്ങളിൽ വലിയ തിരിച്ചടിയായി മാറുന്നുമുണ്ട്. ഏത് തരത്തിലാണ് ഇത് ജനങ്ങൾ അവിടെ ഉൾക്കൊണ്ടിട്ടുള്ളത് ജിജീഷ്? വിനോദ്, രോഹിണി, ഇക്കാര്യത്തിൽ കൃത്യമായി തുടക്കം മുതൽ തന്നെ സർക്കാരിൻ്റേത് ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ്. അതായത് ഒരേ സമയം അത് വഖഫ് ഭൂമിയാണ് എന്ന് മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ പറയുകയും വേണം. അതേ സമയത്ത് തന്നെ അവിടെ സമരമിരിക്കുന്ന ആളുകളെ, മുനമ്പത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ സർക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയും വേണം. അങ്ങനെയാണ് വലിയൊരു പ്രതിഷേധങ്ങളെല്ലാം നേരത്തെ തന്നെ ഉയർന്ന സമയത്ത് ജനങ്ങൾ തങ്ങളുടെ ഭൂമിയിൽ കരമടക്കാൻ കഴിയുന്നില്ല എന്ന പരാതികൾ ആവർത്തിച്ച സമയത്താണ് കരമടക്കാം എന്ന ഒരു വലിയ ഇളവ് എന്ന രീതിയിൽ സർക്കാർ ചെയ്തു നൽകിയത്. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ സർക്കാരിൻ്റെ രേഖകളിൽ, ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ, റവന്യൂ രേഖകളിൽ അടക്കം രേഖപ്പെടുത്തിയിരുന്ന അത് വഖഫ് ഭൂമി എന്ന് തന്നെയായിരുന്നു. അങ്ങനെ വഖഫ് ഭൂമിയിൽ നിങ്ങൾക്ക് തൽക്കാലം കരമടച്ച് മുന്നോട്ട് പോകാം, പിന്നീടുള്ളത് നിയമത്തിന്റെ വഴിക്ക് എന്ന രീതിയിലായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഒരിടത്ത് പോലും അത് ആ ഭൂമിയെ സംബന്ധിച്ച് പരിശോധനകൾ നടത്താനോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അളവ് പരിശോധനകൾ നടത്താനോ മറ്റു മുൻകാല രേഖകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് അബ്ദുൽ സത്താർ സേട്ട് ഒടുവിൽ സിദ്ദിഖ് സേട്ടിലേക്ക് എത്തിയതടക്കമുള്ള ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ പരിശോധിക്കാനോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നില്ല. പകരം അത് വഖഫ് ഭൂമി എന്ന് തന്നെ വരുത്തിക്കൊണ്ട് അവിടെ റവന്യൂ അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് കരമടക്കാമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇത് തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിയമ പോരാട്ടങ്ങളിൽ വലിയ തിരിച്ചടി നേരത്തെ നേരിടാനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം സർക്കാർ നൽകിയ സത്യാമൂലത്തിലടക്കം ഇക്കാര്യങ്ങളായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. അത് വഖഫ് ഭൂമിയാണ്, എന്നാൽ അവിടെ ആളുകൾ തൽക്കാലം കരമടച്ച് മുന്നോട്ട് പോകട്ടെ, അവരുടെ പ്രശ്നങ്ങൾ അവിടെ തീരട്ടെ എന്ന രീതിയിൽ. സ്വാഭാവികമായും കോടതിയിൽ നിന്നുള്ള ചോദ്യമുണ്ടായി, അത് വഖഫ് ഭൂമിയാണ് എങ്കിൽ എങ്ങനെയാണ് അവിടെ കരമടക്കാൻ കഴിയുക? വഖഫ് ഭൂമി എന്ന് ഒരു ഭാഗത്ത് പറയുന്നു, അതേ സമയത്ത് തന്നെ ഭൂ ഉടമകൾക്ക് കരമടച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുന്നു. മറ്റൊരാളുടെ ഭൂമി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭൂമി അത്തരത്തിൽ വകമാറ്റിയ ഭൂമിയാണ് എങ്കിൽ അത് പണം കൊടുത്ത് വാങ്ങിയെന്നും പിന്നീട് കരമടക്കാമെന്നും പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നത് സ്വാഭാവികമായും സർക്കാരിൽ നിന്ന്, ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ നിന്ന് ഉയർന്ന ഒരു ചോദ്യമായിരുന്നു. സർക്കാർ ഒരു ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട് മറുപടി കൃത്യമായി നൽകിയുമില്ല. വീണ്ടും ഒരിക്കൽ കൂടി സത്യവാങ്മൂലം നൽകും, ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം കോടതിക്ക് മുന്നിൽ നൽകുമെന്നാണ് ഈ സമരം 76-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും, അതായത് അവിടെ വഖഫ് ഭൂമിയല്ല, വഖഫ് എന്ന പേരിൽ അവകാശമില്ല, സിദ്ദിഖ് സേട്ട് എന്ന വ്യക്തിക്ക് തനിക്ക് യാതൊരു അവകാശ അധികാരങ്ങളും ഇല്ലാത്ത ഭൂമി എങ്ങനെയാണ് ഫറൂഖ് കോളേജിന് നൽകിയത് എന്നതിൻ്റെ പരിശോധന നടത്തി, രേഖകളുടെ പരിശോധനകൾ നടത്തി അത് പൂർത്തിയാക്കിക്കൊണ്ട് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അതിവേഗത്തിൽ നൽകാൻ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിലും സർക്കാർ ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് തുടക്കം മുതൽ. കാരണം ഈ പ്രതിപക്ഷമാകട്ടെ ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ ആ ഭേദഗതി ബില്ലിനെ, വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ തയ്യാറായിട്ടുള്ള ഭരണപ്രതിപക്ഷങ്ങളിൽ ആ പ്രതിപക്ഷം ഇവിടെ സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കുന്നത് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഈ സമരപ്പന്തലിൽ എത്തിക്കൊണ്ട് പ്രസംഗിച്ച സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ സർക്കാർ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്നാണ്. ഒരേ സമയം അതേ ഇരട്ടത്താപ്പ് നയം പിന്തുടരുന്ന പ്രതിപക്ഷമാണ് അത് ആരോപിക്കുകയും ചെയ്യുന്നത് എന്നത് മറ്റൊരു വസ്തുത. അതേ ഘട്ടത്തിലാണ് സർക്കാരിനെതിരെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നീതി നിഷേധം, റവന്യൂ രേഖകളിലെ കൃത്യമായ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാകാത്തത്, റവന്യൂവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും തന്നെയുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത്, വഖഫ് എന്ന് സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് ജനങ്ങൾ അവിടെ പ്രധാനമായും ഉയർത്തുന്ന വിഷയമെന്ന് പറയുന്നത്. കാരണം അത് വഖഫ് ഭൂമി എന്ന ഒരു നിലയിൽ നിന്ന് മാറ്റിയാൽ മാത്രമാണ് അവിടെ കൃത്യമായി റവന്യൂ വിഭാഗങ്ങളെ, റവന്യൂ രേഖകളിൽ അത് ഭൂമി പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാവുള്ളൂ, വിലയാധാരം നൽകിയ ഭൂമിയായി മാറുകയുള്ളൂ എന്നിരിക്കെയാണ് സർക്കാർ ഇത്തരത്തിൽ ഇരട്ടത്താപ്പ്
ഇരട്ടത്താപ്പ് നയം കൃത്യമായി തന്നെ തുടരുകയും ചെയ്യുന്നത്. അത് ഏതാനും വർഷങ്ങളായി ഈ ഒരു സമരം തുടങ്ങിയതിന് ശേഷം മാത്രമല്ല, 2017, 2019 കാലങ്ങളിലെല്ലാം ഇതേ വിഷയം മുനമ്പത്തെ ജനങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പല തവണകളിലായി സർക്കാരിന് മുന്നിൽ ഈ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഏറ്റവും ആദ്യം റവന്യൂ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കരമടക്കുന്നതിന് വേണ്ടി അവിടെ വില്ലേജ് ഓഫീസുകളിൽ ചെന്ന സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് കരമടക്കാൻ കഴിയില്ല, കരമടച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് വഖഫിന്റെ ഭൂമിയാണല്ലോ, അങ്ങനെയാണല്ലോ രേഖകളിൽ ഉള്ളത് എന്നെല്ലാമുള്ള മറുപടികൾ അവിടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. തുടർന്നാണ് ഈ സമരസമിതി രൂപീകരിക്കപ്പെടുന്നതും അതിന്റെ നേതാക്കൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്കും എങ്ങനെയാണ് അത് വഖഫ് ഭൂമിയാവുക, എന്താണ് അത്തരമൊരു അവകാശവാദത്തിന് പിന്നിലുള്ള ന്യായീകരണം എന്നുമെല്ലാമുള്ള പരിശോധനകൾ നടത്തുകയും ആ പരിശോധനയിലാണ് 1902 തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് പാട്ടത്തിന് ലഭിക്കുന്ന അബ്ദുൽ സത്താർ സേട്ടിന് പാട്ടത്തിന് ലഭിക്കുന്ന ഭൂമി പിന്നീട് അബ്ദുൽ സത്താർ സേട്ടുമായി യാതൊരു രക്തബന്ധവുമില്ലാത്ത സിദ്ദിഖ് സേട്ടുവിലേക്ക് ആ ഭൂമി എത്തുന്നതിനെ കുറിച്ചും അങ്ങനെ ഒരു ഭൂമിക്ക് സിദ്ദിഖ് സേട്ടുവിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല, മേൽനോട്ടക്കാരൻ മാത്രമായ ഭൂമിയാണ് പിന്നീട് അത് ഫാറൂഖ് കോളേജിന് കൈമാറിയത് എന്നെല്ലാം വ്യക്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെ വഖഫ് ഭൂമി എന്ന അവകാശവാദം വഖഫ് ബോർഡ് ഉയർത്തുന്നു. മുസ്ലിം സംഘടനകൾ അത്തരമൊരു അവകാശവാദം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ആ പക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു രീതിയും അതേ നിലപാടും തന്നെയാണ് ഈ റവന്യൂ വിഭാഗവും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തിരുത്തിയാൽ മാത്രമാണ് മുനമ്പത്തെ ജനതകൾക്ക് അവരുടെ നീതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികളുടെ ആദ്യ പടിയായി മാറുകയുള്ളൂ എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവിടെ ഈ വിമർശനം ഉയർത്തുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെതുപോലെ തന്നെയുള്ള രണ്ട് നിലപാടുകൾ ഒരേ സമയം മുനമ്പത്തെ സമരപ്പന്തലിലെത്തി അവരുടെ മുന്നിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ പറയുകയും അതേ ഘട്ടത്തിൽ വഖഫ് ബോർഡിന്റെ ജിജീഷ് അവരുടെ സമരത്തെ തണുപ്പിക്കാൻ വേണ്ടി തന്നെ ആവണം അങ്ങനെ കരമടയ്ക്കാനുള്ള അവകാശം അവർക്ക് നൽകുന്നത്. പക്ഷേ അത് വഖഫ് ഭൂമിയാണ് എന്നുള്ള ആ ഒരു നടപടിക്രമം ഒഴിവാക്കുന്നുമില്ല. പക്ഷേ ഇത് കോടതികളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ താമസിക്കുന്ന കാലങ്ങളായി, പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് അത് തിരിച്ചടി തന്നെയാണ്.